എന്നെപ്പോലെ ദിവസം രാവിലെ 2 ചായ അല്ലെങ്കിൽ 3 ചായ കുടിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഞാൻ ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ ആ സെയിം ടൈം ഞാൻ ആലോചിക്കുന്നത് അടുത്തൊരു ചായ ഇനി ഉണ്ടാക്കാം, അടുത്ത ചായ ഇനി കുടിക്കാലോ എന്നുള്ള സന്തോഷത്തിലാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്കൊരു ചായ ഉണ്ടാക്കിയാലോ? എന്നെപ്പോലെ ചായ ലവേഴ്സ് ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യണേ. നമുക്കറിയാം, ഞാൻ മധുരപ്രേമി അല്ല, പക്ഷേ ചായക്ക് എനിക്ക് മധുരം വേണം കേട്ടോ. ഇത് കുഞ്ഞു സ്പൂണാണ്, നിങ്ങൾ കൂടുതലാണെന്ന് വിചാരിക്കേണ്ട, കുഞ്ഞു സ്പൂണാണ്. തേയില അത്യാവശ്യം കടുപ്പം വേണം, ചില സമയത്ത് കടുപ്പം കൂടും, ചില സമയത്ത് കുറയും. ഞാൻ ഈ ചായ കുറേ നേരം തിളപ്പിക്കും. അപ്പോൾ കുറച്ച് തിളപ്പിൽ ഇട്ടാലും കുറേ നേരം തിളപ്പിക്കുമ്പോൾ പറയുമ്പോൾ അതിനകത്ത് കടുപ്പ് ഇറങ്ങി വരും. അപ്പം നമുക്ക് ചായ തിളച്ചു, നമുക്ക് അടിച്ചെടുക്കാം. കുറച്ചേ ഉള്ളൂ, അര ഗ്ലാസേ ഉള്ളൂ. ഇങ്ങനെ പതിഞ്ഞിരിക്കണം ചായ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് നമ്മൾ പുറത്ത് പോയി കുടിക്കും. ഞാനിങ്ങനെ പുറത്ത് ചായ കുടിക്കാൻ ഇഷ്ടം. അതായത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടോ, നമ്മുടെ എല്ലാവർക്കും പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ചായ പുറത്ത് കുടിക്കുന്നത് അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ ചൂടില്ല കേട്ടോ. ഈ വെയിൽ പുറത്തിറങ്ങിയ ചൂടുണ്ടാവും, പക്ഷേ ഇവിടെ തണുപ്പാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം. ഓക്കെ. ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടാന്ന് വരയ്ക്കും. രാവിലെ വൈകുന്നേരം ഒരു 6-7 മണി മുതൽ ഭയങ്കര തണുപ്പാണ്. ഇത് ജനുവരി ആകുമ്പോൾ കുറച്ച് കാറ്റുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാർ പറയുന്നത് എനിക്ക് തോന്നുന്നു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു വെയിൽ വരും എന്നാണ് പറയുന്നത്. അപ്പം ചൂടുണ്ടാവില്ല, വീടിനകത്ത് ചൂടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ പുറത്തൊക്കെയാണെങ്കിൽ ഇത് ഇടിക്കായതുകൊണ്ടാണ് ഇന്ന് പുറത്തോട്ട് പോയി ഇപ്പോൾ കുട്ടിക്കാൻ വരെയൊക്കെ എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് എനിക്ക് ഇവിടെ വീടിനകത്ത് പുറത്തോട്ട് എനിക്ക് ചൂട് ഫീൽ ചെയ്യും കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്ര തണുപ്പ് തോന്നുന്നത്. നമ്മുടെ വീടിനകത്ത് നല്ല തണുപ്പ്, നമ്മുടെ ചെരുപ്പിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ചെരുപ്പിട്ടല്ല, ചെരുപ്പിടാതെ